പ്രിയപ്പെട്ടവരെ, നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദുശ്ചരിതയെ സൂക്ഷിക്കുക എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. മകനെ, എൻ്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിക്കുകയും എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നീ വിവേചന ശക്തി കാത്തു സൂക്ഷിക്കുകയും നിൻ്റെ അധരം അറിവ് സംരക്ഷിക്കുകയും ചെയ്യും. ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻ പൊഴിക്കുന്നു. അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്. എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളതും ഇരുതലവാൾ പോലെ മൂർച്ചയുള്ളവളുമായി തീരും. അവളുടെ പാദങ്ങൾ മരണത്തിലേക്ക് ഇറങ്ങുന്നു. അവളുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ്. അവൾ ജീവൻ്റെ വഴി ശ്രദ്ധിക്കാതെ എങ്ങോട്ടൊന്നില്ലാതെ അലഞ്ഞു തിരിയുന്നു. അവൾ അത് അറിയുന്നില്ല. ആകയാൽ മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. എൻ്റെ വചനങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത്. അവളിൽ നിന്ന് അകന്നു മാറുവിൻ. അവളുടെ വാതിൽക്കൽ ചെല്ലരുത്. ചെന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്റെ സത്കീർത്തി നഷ്ടപ്പെടുകയും നിന്റെ ആയുസ് നിർദ്ദയം അപഹരിക്കപ്പെടുകയും ചെയ്യും. അന്യർ നിന്റെ സമ്പത്ത് മതിയാവോളം അപഹരിക്കുകയും നിന്റെ അധ്വാനത്തിൻ്റെ ഫലം അവരുടെ വീട്ടിലെത്തുകയും ചെയ്യും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ അറിവാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മൾ ദുഷ്മാർഗത്തിൽ നിന്നും മാറി വ്യതിചലിച്ച് സഞ്ചരിക്കുക. നമസ്കാരം, നന്ദി.